ഫുട്പാത്തിലൂടെ വണ്ടി ഓടിച്ച ബൈക്ക് യാത്രികനെ പ്രഭാവതിയമ്മ ഏറലാക്കിയിട്ട് അധിക ദിവസമായിട്ടില്ല. ഫുട്പാത്തിലൂടെ വണ്ടി ഓടിക്കുന്നത് എത്രമാത്രം അപകടകരമാണെന്ന് അന്ന് ഏവരും ചർച്ച ചെയ്തു. കോഴിക്കോട്ടൊരു പ്രഭാവതിയമ്മയുണ്ടെങ്കിൽ കൊച്ചിക്ക് അങ്ങനൊരാളില്ലാത്തതിൻ്റെ പ്രശ്നം ചില്ലറയല്ല. നഗരത്തിലെ നടപ്പാതകളിൽ വാഹനങ്ങളുടെ ഓട്ടം പുതുമയേയല്ല. കാണാം കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ് തയ്യാറാക്കിയ റിപ്പോർട്ട്. വേണം കൊച്ചിക്കൊരു പ്രഭാവതിയമ്മ. കോഴിക്കോട് ഫുട്പാത്തിൽ ഓടിച്ച വണ്ടി തടഞ്ഞ പ്രഭാവതി അമ്മയ്ക്ക് കയ്യടിക്ക് ശേഷം ഇപ്പോൾ വലിയ വിമർശനമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ. പക്ഷേ കേരളത്തിൽ എവിടെയെങ്കിലും ഈ നിയമലംഘനത്തിന് അറുതിയുണ്ടോ? ഒരു രാത്രി പ്രഭാവതി അമ്മയ്ക്ക് കയ്യടിച്ച അതേ മലയാളി പിറ്റേ ദിവസം രാവിലെ മുതൽ വീണ്ടും ഫുട്പാത്തുകളിൽ വണ്ടി ഓടിച്ചു തുടങ്ങി. പ്രായമാർക്ക് ഇതിൽ നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ബാക്കിൽ നിന്ന് വണ്ടി വന്നില്ല, പെട്ടെന്ന് അവർ വെട്ടിച്ചെടുക്കുമ്പോൾ നമ്മുടെ മേട്ടും മുട്ടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ മെട്രോ വഴിക്ക് നടക്കുന്നുണ്ട്. അല്ലാത്തത് എനിക്ക് പ്രോബ്ലം ഇല്ല. ഇവിടെ എപ്പോഴും ഉണ്ട്. ഇതിൽ ഇപ്പം നോക്കി നിന്നാൽ കാണാൻ, ബൈക്കിൽ പറഞ്ഞാൽ കാണാൻ പറ്റില്ല. നമ്മൾ ഈ വൈകിയൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആളുകളൊക്കെ സ്കൂട്ടറുകാരാണ്, സ്കൂട്ടർ അല്ലെങ്കിൽ ബൈക്കുകാരാണ്, അവരാണ് മെയിനും. അവരിങ്ങനെ ഇതിൻ്റെ മേളിൽ കൂടെ ഓടിച്ചുകൊണ്ട് വരും. ചിലപ്പോൾ നമ്മളെ കാണില്ല, നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ, അവർ വെട്ടിച്ചേറ്റുമ്പോൾ ഇങ്ങോട്ട് ചാടും. ഇവിടെ ആണെങ്കിൽ മര്യാദക്ക് നടക്കാൻ പോലും പറ്റൂല. മെട്രോ നടക്കണോണ്ടാണ്. പക്ഷെ ഇവിടെ റെയിലിംഗെങ്കിലും വെക്കണം, ആരെങ്കിലും എന്തെങ്കിലും പറ്റും. കാരണം എനിക്കും പല പ്രാവശ്യം ഉണ്ടായിട്ടുള്ള ഇവരിങ്ങനെ കയറ്റിക്കൊണ്ട് നടക്കാൻ പറ്റൂല. രൂക്ഷമായ ഗതാഗത കുരുക്കാണ് കൊച്ചി നഗരത്തിലുള്ളത്. പലയിടത്തും പാർക്കിംഗ് സൗകര്യങ്ങളുമില്ല. ഇതൊരു ന്യായമായി കണ്ടുകൂടിയാണ് ആളുകൾ ഓഫീസ് സമയങ്ങളിലെ തിരക്കൊഴിവാക്കാൻ ഈ ഫുട്പാത്തുകളിലൂടെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത്. കൊച്ചിയിലെ പതിവ് കാഴ്ചയാണിത്. ചെറുപ്പാഞ്ഞ് വരുമ്പോൾ നമ്മൾ ഇടിപ്പിച്ച് പോകാന്നറിയില്ലല്ലോ, അതുകൊണ്ടല്ല പേടി. ഇതുപോലെയല്ലേ വണ്ടികൾ പോണത്. നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത്രയും റോഡൊക്കെ ഉള്ളേ, അപ്പോൾ റോഡിൽ കൂടെ തന്നെ ഓടിക്കാൻ നോക്കുക. പിന്നെ ഇവിടുത്തെ ട്രാഫിക് പോലീസ് കുറച്ചുകൂടെ നോക്കിക്കഴിഞ്ഞാൽ അത് മാറി വരുന്നതാണ്. പ്രഭാവതി അമ്മയെ കല്ലെറിയാൻ വരട്ടെ, അമ്മ ഉന്നയിച്ച വിഷയം എത്രത്തോളം ഗൗരവതരമാണ് എന്നുള്ളതാണ് കാണേണ്ടത്. പലയിടത്തും ട്രാഫിക് പോലീസുകാരുടെ മൂക്കിന് തുമ്പത്താണ് ഈ നിയമലംഘനങ്ങൾ നടക്കുന്നത്. ഇത് എത്ര നാൾ തുടരും? അദീഷ് എംഡിക്കൊപ്പം ലിഡിയ ജേക്കബ്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.